ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഷികാവത്ത് തറവാടിന്റെ വിശാലമായ മുറ്റം ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയിലായിരുന്നു. എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മോക്ഷിന്റെ കാർ പോർച്ചിൽ വന്നു നിന്നു. കാറിൽ നിന്നും മോക്ഷ് ഇറങ്ങിയത് ദിയയുടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ടാണ്. ചുവന്ന പട്ടുസാരിയും കഴുത്തിൽ മിന്നിത്തിളങ്ങുന്ന താലിയും ദിയയെ ഒരു വധുവായി അടയാളപ്പെടുത്തിയിരുന്നു. അവരെ കണ്ടതും പൂമുഖത്ത് നിന്നിരുന്ന ഗോകുലാമ്മയുടെ കയ്യിലിരുന്ന ജപമാല നിലത്ത് വീണു. വിശ്വാമിത്രനും രൂപയും സ്വപ്നയും അവിശ്വസനീയതയോടെ ആ കാഴ്ച നോക്കി നിന്നു. ഇതെന്താണ് മോക്ഷ്? നീ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? മോക്ഷ്, നീ നിന്റെ കുടുംബത്തിന്റെ അന്തസ് കളഞ്ഞു കുളിച്ചോ? തെരുവിലിരുന്ന ഈ പെണ്ണിനെയാണോ നീ ഷികാവത്ത് തറവാടിന്റെ മരുമകളായി കൊണ്ടുവന്നത്? ഇറക്കി വിടടാ ഇവളെ ഇപ്പൊ തന്നെ. അതെ, ഇവളെപ്പോലെ ഒരുവൾക്ക് ഈ പഠിച്ചവിട്ടാൻ എന്ത് യോഗ്യതയാണുള്ളത്? ആചാരങ്ങളും മര്യാദകളും നിനക്ക് പുല്ല് പോലെയാണോ? അമ്മേ, നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്താണ്? ഈ തറവാടിന്റെ ഐശ്വര്യം കളയാൻ ഇവരെ അനുവദിക്കരുത്. ഈ വിവാഹം ആരും അംഗീകരിക്കില്ല. എന്നാൽ മോക്ഷ് ദിയയുടെ കൈ വിട്ടില്ല. ദിയ എൻ്റെ ഭാര്യയാണ്. മരണം വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. അവളുടെ യോഗ്യത എനിക്ക് അവളോട് പ്രണയമാണെന്നുള്ളതാണ്. അപ്പോഴാണ് നന്ദഗോപാലൻ ഗൗരവത്തിൽ അങ്ങോട്ടേക്ക് നടന്നു വന്നത്. നന്ദനെ കണ്ടതും രൂപയും വിശ്വാമിത്രനും ഒന്ന് അടങ്ങി. അവർ കരുതിയത് നന്ദൻ ഇവരെ അടിച്ചു പുറത്താക്കുമെന്നാണ്. പക്ഷേ നന്ദഗോപാലൻ ദിയയെ അടിമുടി ഒന്ന് നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞു. മതി വിശ്വാമിത്ര, നിർത്ത്. നന്ദേട്ട, എന്താണ് ഈ പറയുന്നത്? മോക്ഷ ചെയ്തത് അവന്റെ ഇഷ്ടമാണ്. ദിയ ഇനി ഈ വീടിന്റെ മരുമകളാണ്. സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാനും സ്വപ്നയും പണ്ട് വിവാഹം കഴിച്ചത് തെറ്റല്ലേ? അല്ലേ അമ്മേ? ആ തെറ്റ് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇവളെ ഞാൻ എൻ്റെ മരുമകളായി സ്വീകരിക്കുന്നു. വിശ്വാമിത്രനും രൂപയും ഞെട്ടിപ്പോയി. സ്വപ്ന ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അപ്പോഴാണ് ദീപക് മുന്നോട്ട് വന്നത്. അച്ഛൻ പറഞ്ഞതാണ് ശരി. ദിയയെ നമ്മൾ സ്നേഹത്തോടെ വേണം സ്വീകരിക്കാൻ. ഗോകുലാമ്മ അപ്പോഴും മൗനത്തിലായിരുന്നു. വിശ്വാമിത്രൻ അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മേ, നിങ്ങളെങ്കിലും ഇതിനെ എതിർക്ക്. ഈ തറവാട് നശിക്കുന്നത് നോക്കി നിൽക്കണോ? അതോ അന്ന് വൃന്ദയെ ആരതി ഒഴിഞ്ഞതുപോലെ ഇവളെ വീട്ടിൽ കയറ്റാനാണോ പ്ലാൻ? ഗോകുലാമ്മ പതിയെ തന്റെ തല ഉയർത്തി. അവരുടെ നോട്ടം ദിയയുടെ കണ്ണുകളിലേക്കായിരുന്നു. അവിടെ ഭയമല്ല, മറിച്ച് ഒരുതരം നിഗൂഢമായ ആത്മവിശ്വാസം അവർ കണ്ടു. മോക്ഷ തീരുമാനിച്ചെങ്കിൽ, വിധി തീരുമാനിച്ചെങ്കിൽ തടയാൻ ഞാൻ ആരാണ്? ഈ വീടിന്റെ വിളക്ക് ഇനി ഇവളുടെ കയ്യിൽ വിരിക്കട്ടെ. മോളെ വൃന്ദ. അച്ചമ്മയുടെ സമ്മതം കൂടി കിട്ടിയതോടെ പൂമുഖത്തേക്ക് വൃന്ദ കടന്നു വന്നു. കയ്യിൽ കത്തിച്ചു പിടിച്ച നിലവിളക്കുമായി അവൾ ദിയയ്ക്ക് മുന്നിൽ നിന്നു. വാ ദിയ, നീ ആരെയും പേടിക്കണ്ട. ചതിയുടെയും വഞ്ചനയുടെയും മുഖങ്ങൾക്കിടയിൽ സത്യസന്ധമായി സ്നേഹിക്കാൻ നീ കാണിച്ച ചങ്കൂറ്റമാണ് നിന്റെ യോഗ്യത. വൃന്ദയുടെ വാക്കുകളിൽ ഒരു പ്രത്യേക ഗൗരവമുണ്ടായിരുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട്. വാ, വലതുകാൽ വെച്ച് ഈ ഷികാവത്ത് തറവാടിന്റെ ഐശ്വര്യമായി അകത്തേക്ക് വാ. ദീപക് വൃന്ദയുടെ അരികിൽ ചേർന്ന് നിന്ന് ദിയയ്ക്ക് വഴിയൊരുക്കി. രൂപയുടെയും വിശ്വാമിത്രന്റെയും കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ എരിയുന്നുണ്ടായിരുന്നു. അവർ ദിയയെ ശപിച്ചുകൊണ്ട് മാറി നിന്നു. വൃന്ദയും ദീപക്കും നന്ദഗോപാലനും നൽകിയ കരുത്തിൽ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ദിയ ഷികാവത്ത് തറവാടിന്റെ അകത്തളത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചു. അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചു. ഷികാവത്ത് തറവാടിന്റെ നിശബ്ദമായ ഇടനാഴിയിലൂടെ നടന്ന വൃന്ദ പൂമുഖത്തെ ഇരുളിൽ രൂപയും സ്വപ്നയും സംസാരിക്കുന്നത് രഹസ്യമായി കണ്ട് പെട്ടെന്ന് നിശ്ചലമായി. ഒരു തൂണിന്റെ മറവിൽ നിന്ന് അവൾ ആ സംഭാഷണം ശ്രദ്ധിച്ചു. രൂപേ, എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും. സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നാ നമ്മൾ എന്ത് ചെയ്യും? നീ എന്തിനാ സ്വപ്നെ ഇങ്ങനെ പേടിക്കുന്നത്? അന്ന് നടന്ന കാര്യങ്ങളൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാം എത്ര ഭംഗിയായാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ആ പ്ലാനിൽ എനിക്കുള്ള പങ്ക് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. പക്ഷേ ദീപുവിന് എന്തും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ല, നീ സമാധാനമായി ഉറങ്ങിക്കോ. എല്ലാ രഹസ്യങ്ങളും എൻ്റെ കൈകളിൽ ഭദ്രമാണ്. രൂപയുടെ വാക്കുകളിലെ ആ ക്രൂരമായ ഉറപ്പും ചതിയുടെ ആഴവും കേട്ട് വൃന്ദയുടെ രക്തം തിളച്ചു. തൻ്റെ അമ്മയുടെ തകർച്ചയ്ക്ക് പിന്നിൽ രൂപയുടെ ബുദ്ധിയായിരുന്നുവെന്ന് അവൾക്കിപ്പോൾ വ്യക്തമായി. വൃന്ദ വേഗത്തിൽ മാതുലികയുടെയും ആലിയയുടെയും അടുത്തേക്ക് ചെന്നു.
അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ അഗ്നിയായിരുന്നു. അമ്മേ, ആലിയ, നമ്മൾ ഇത്രയും കാലം കരുതിയത് പോലെയല്ല കാര്യങ്ങൾ. നന്ദഗോപാലനേക്കാൾ വലിയൊരു വിഷപ്പാമ്പ് ഈ വീട്ടിലുണ്ട്. അത് ആ രൂപയാണ്. എന്താ മോളെ നീ ഈ പറയുന്നത്? അമ്മേ, രൂപയെ നമ്മൾ വിശ്വസിക്കരുത്. അന്ന് നടന്ന എല്ലാ ചതികൾക്കും പിന്നിൽ രൂപയുടെ ബുദ്ധിയായിരുന്നു. സ്വപ്നയോട് അവൾ ആ വിജയ ചിരിയോടെ പറയുന്നത് ഞാൻ ഇപ്പോൾ കേട്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ജീവിതം തകർത്തതിൽ പ്രധാന പങ്ക് അവൾക്കാണ്. അമ്മയുടെ കണ്ണീരിന് മുകളിൽ അധികാരം കൊയ്യാൻ നടന്ന ആ രൂപയ്ക്ക് ഇനി ഈ ഭൂമിയിൽ സ്ഥാനമില്ല. അപ്പോ രൂപയും ഇതിൽ കൂട്ടുപ്രതിയാണല്ലേ? അവൾക്ക് മാപ്പില്ല ചേച്ചി. അതെ ആലിയ, അമ്മേ, നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച വേദനകൾക്ക് ഇന്ന് രാത്രി ഒരു അന്ത്യമുണ്ടാവണം. നമ്മുടെ പ്രതികാരം ഇന്ന് മുതൽ തുടങ്ങണം. ഇതുവരെയും നമ്മൾ നമ്മുടെ ഒരു ശത്രുക്കളെയും കൊന്നിട്ടില്ല. എന്നാൽ ഇന്ന് ആ രൂപ ഈ തറവാട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോവരുത്. അവളെ വകവരുത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ആ രൂപ ഇനി ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാണ്. മാതുലികയുടെ മുഖത്ത് ഒരു രൗദ്രഭാവം വിരിഞ്ഞു. ശരിയാണ് മോളെ, ചതിച്ചവർക്ക് ശിക്ഷ നൽകാൻ കാലം വൈകിയിരിക്കുന്നു. രൂപയുടെ അന്ത്യം ഇന്ന് രാത്രി തന്നെ ആവണം. മൂവരും ചേർന്ന് ആ ഭീകരമായ പ്രതികാരത്തിന് ഉറച്ച തീരുമാനമെടുത്തു. രൂപ തന്റെ അന്ത്യം അടുത്തെത്തിയത് അറിയാതെ മുകളിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഇതേസമയം ഷികാവത്ത് തറവാടിന്റെ മുകളിലത്തെ നിലയിലുള്ള മറ്റൊരു മുറിയിൽ പൂക്കളുടെ മണം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മോക്ഷ് സാവധാനം വാതിലടച്ച് ദിയയുടെ അടുത്തേക്ക് നടന്നു. ചുവന്ന പട്ടുസാരിയിൽ തളർന്നിരിക്കുന്ന ദിയയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയവും ആകുലതയുമായിരുന്നു നിഴലിച്ചിരുന്നത്. അവളുടെ അരികിലിരുന്ന് മോക്ഷ് മെല്ലെ കൈകൾ പിടിച്ചപ്പോൾ ദിയ ഒന്ന് നടുങ്ങി. അവൾ പതുക്കെ കൈകൾ പിൻവലിച്ച് എഴുന്നേറ്റ് ജനലരികിലേക്ക് നടന്നു. പുറത്തെ ഇരുളിൽ തിരമാലകൾ അലറുന്ന ശബ്ദം അവൾ ഭീതിയോടെ കേട്ടു നിന്നു. മോക്ഷ് അവളുടെ പിന്നാലെ ചെന്ന് ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. ദിയ, ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം കാത്തിരുന്നിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? മോക്ഷ് അവളുടെ കൈകൾ മെല്ലെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു. ഈ വിവാഹം എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. ഇനിയുള്ള കാലം നിന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവതിയാക്കി മാറ്റുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എന്നാൽ ദിയയുടെ മറുപടി അവനെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അവൾ സാവധാനം അവന്റെ കൈകളിൽ നിന്നും തന്റെ കൈകൾ പിൻവലിച്ചു. വിതുമ്പുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, മോക്ഷ്, എല്ലാവരുടെയും എതിർപ്പുകൾ മറികടന്നാണ് ഞാൻ ഈ പടി ചവിട്ടിയത്. പക്ഷേ രൂപ ആന്റിയുടെയും വിശ്വനങ്ങളുടെയും കണ്ണുകളിലെ ആ പക, അത് ഞാൻ കണ്ടതാണ്. അതെന്നെ ഭയപ്പെടുത്തുന്നു. അവൾ ജനാലയ്ക്കൽ പോയി ദൂരേക്ക് നോക്കി നിന്നു. അവളുടെ ശബ്ദത്തിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ഷികാവത്ത് കുടുംബം എന്നെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുന്നത് വരെ നമ്മൾ തമ്മിൽ ഇടകലർന്ന ഭാര്യ ഭർത്തൃ ബന്ധവും ഉണ്ടാകില്ല മോക്ഷ്. ഇത് എന്റെ തീരുമാനമാണ്. വെറും ഒരു ഭാര്യയായി മാത്രം ഈ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ എനിക്ക് കഴിയില്ല. അതിനെയൊക്കെക്കാൾ ഈ കുടുംബത്തിന്റെ മരുമകളായി എല്ലാവരുടെയും സ്നേഹത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുവരെ നമ്മൾ തമ്മിൽ ഈ ഒരു അകലം പാലിക്കണം. അവളുടെ വാക്കുകൾ കേട്ട് മോക്ഷ് ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. പക്ഷേ ദിയയുടെ ആത്മവിശ്വാസം അവനെ ഒട്ടും പ്രകോപിപ്പിച്ചില്ല. നിനക്ക് ഈ വീട്ടിൽ അർഹമായ സ്ഥാനം ലഭിക്കുന്നതുവരെ നിന്റെ കാവലാളായി ഞാൻ കൂടെ ഉണ്ടാവും. നിന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. തന്റെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞു കാണുമോ എന്ന ചിന്തയും ദിയയെ വേട്ടയാടി. ഷികാവത്ത് തറവാടിന്റെ അന്തരീക്ഷം വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. കനത്ത മഴയും ഇടിമിന്നലും ആ രാത്രിയുടെ ഭീകരത കൂട്ടി. രൂപ തന്റെ മുറിയിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മുറിയുടെ വാതിൽ താനെ തുറന്നത്. വിശ്വാമിത്രനും നന്ദനും ഇതേ സമയം രാത്രി പുറത്തേക്ക് പോയതാണ്. ഞെട്ടിയുണർന്ന രൂപ കണ്ടത് മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ തന്നെ വട്ടം വളഞ്ഞു നിൽക്കുന്ന 3 രൂപങ്ങളെയാണ്. മാതുലികയും വൃന്ദയും പിന്നെ ആലിയയും. ജനലിലൂടെ അടിച്ചു കയറുന്ന മഴവെള്ളത്തിൽ വൃന്ദയുടെയും ആലിയയുടെയും കാലുകൾ തിളങ്ങുന്ന മത്സ്യവാലുകളായി മാറുന്നത് കണ്ട് രൂപയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. തന്റെ മുന്നിൽ നിൽക്കുന്നത് വെറും മനുഷ്യരല്ലെന്നും കടലിന്റെ ശക്തികളാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. മത്സ്യശക്തികൾ ഒന്നുമില്ലെങ്കിലും മാതുലികയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്ന പക ആ ശക്തികളെക്കാൾ വലുതായിരുന്നു. ആലിയ തന്റെ മത്സ്യകന്യക രൂപത്തിന്റെ ശക്തിയോടെ രൂപയുടെ കഴുത്തിന് നേരെ ആഞ്ഞു പിടിച്ചു. രൂപ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ശബ്ദിക്കരുത് രൂപേ, നിന്റെ പാപങ്ങളുടെ കണക്ക് പുസ്തകം മടക്കാനുള്ള സമയമായി. മാതുലിക രൂപയുടെ അടുത്തേക്ക് സാവധാനം നടന്നു ചെന്നു.
അവളുടെ മുഖത്ത് കാലങ്ങളായി അടക്കി വെച്ച പകയുടെ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. രൂപയുടെ മുഖം കൈകൾ കൊണ്ട് ദാക്ഷിണ്യമില്ലാതെ ഉയർത്തിപ്പിടിച്ച് മാതുലിക ഗർജിച്ചു. രൂപ, 25 വർഷങ്ങൾക്ക് മുൻപ് നീ ചെയ്തത് മറന്നുപോയോ? നീ ആയിരുന്നില്ലേ എല്ലാത്തിന്റെയും പിന്നിൽ? എന്റെ മാതൃത്വത്തെ നീ പരിഹസിച്ചു, എന്നെ ഭ്രാന്തിയാക്കി മാറ്റി. എന്റെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളെല്ലാം കടന്നുപോയി. പക്ഷെ ഇതാ നോക്ക്, നിന്റെ അന്ത്യം കുറിക്കാൻ എന്റെ 2 മത്സ്യകനികമാരായ മക്കളുമായി ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. രൂപ ഭയം കൊണ്ട് വിറച്ചു. അവൾ മാതുലികയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടത് കേവലം ഒരു സ്ത്രീയെയല്ല. രൂപയുടെ ഉള്ളിൽ പഴയൊരു പേടി ഇരച്ചു കയറി. ആ കണ്ണുകളിലെ തിളക്കവും ആ അധികാരവും രൂപയെ ഒരു നിമിഷം പിറകിലോട്ട് ചിന്തിപ്പിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാടിനെ നടുക്കിയ ആ പേര് അവളുടെ ചുണ്ടുകളിൽ വിറയലോടെ വന്നു. നീ 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 എപ്പോ മഞ്ജുലികയല്ലേ? മാതുലികയാണ്. മഞ്ജുലികയായി വേഷം മാറി ഇവിടെ നിൽക്കുന്നത്. സത്യം വെളിപ്പെട്ട ആ നിമിഷം ആലിയയുടെയും വൃന്ദയുടെയും ശ്രദ്ധ ഒന്ന് പാളിയെ തക്കം നോക്കി രൂപ സർവ്വശക്തിയും എടുത്ത് അവരെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടി. ഇടനാഴിയിലൂടെ അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് സ്വപ്നയുടെ മുറി ലക്ഷ്യമാക്കി പാഞ്ഞു. സ്വപ്ന പെട്ടെന്ന് നടന്നു പോകുന്നത് കണ്ട് രൂപ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. സ്വപ്ന, സ്വപ്ന, അവൾ മഞ്ജുലികയല്ല, മാതുലികയാണ്. മാതുലിക തിരിച്ചു വന്നിരിക്കുന്നു. അവളുടെ മക്കളാണ് വൃന്ദയും ആലിയയും. അവരും മത്സ്യകന്യകമാരാ. സ്വപ്ന അന്നേരം മാതുലികയെയും മത്സ്യകന്യകയായി നിൽക്കുന്ന വൃന്ദയെയും കണ്ടു. വൃന്ദ, നീ ഇച്ഛാധാരി മത്സ്യകന്യകയും? Thank you.